അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അപാരമായ തൗഫീഖ് കൊണ്ട് നമ്മൾ രണ്ടാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞു വെച്ചത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അതൊരു ഇസ്ലാമിക യൂണിവേഴ്സിറ്റി ആയിരുന്നു. അതിൽ നിന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങി. അവരാണ് നമ്മുടെ സലഫുകളായിട്ടുള്ള മുൻഗാമികളായിട്ടുള്ള സഹാബ കിറാമ. അവർ ലോകത്തിന് തന്നെ ഒരു ഉത്തമ മാതൃകയായി ഉത്തമ തലമുറയെ വാർത്തെടുത്തുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ വലിയ പണ്ഡിതന്മാരായി ഈ സഹാബ കിറാമുകൾ മാറി. ലോകാവസാനം വരെയുള്ള അവരെക്കാൾ വലിയ ഒരു പണ്ഡിതന്മാർ ഇനി വരാനില്ല. സഹാബിമാരിൽ നിന്ന് വലിയ വലിയ മുത്തഖീങ്ങൾ ഉണ്ടായി, ആരാധനകളിൽ മുഴുകുന്നവരുണ്ടായി, ഹൃദയം തുറന്ന് കരയുന്നവരുണ്ടായി, നായകന്മാരുണ്ടായി, നീതിമാന്മാരായ ഭരണാധികാരികളുണ്ടായി, ധീരന്മാരായ യോദ്ധാക്കളുണ്ടായി, നിപുണരായ വിജ്ഞാന പടുക്കളുണ്ടായി, നന്ദിയുള്ള ധനികന്മാരും ക്ഷമാലുക്കളായ ദരിദ്രരുമുണ്ടായി, സത്യസന്ധരായ കച്ചവടക്കാരും വിശ്വസ്തരായ കർഷകരുമുണ്ടായി, നല്ല വാപ്പമാർ, നല്ല ഭർത്താക്കന്മാർ, നല്ല മക്കൾ, നല്ല ഉമ്മമാർ, സ്നേഹനിധിയായ സഹോദരൻ, ആത്മാർത്ഥയുള്ള അയൽവാസി, കൂട്ടുകാർ എന്നിങ്ങനെ നാനാ മേഖലകളിലും നമുക്ക് മാതൃക യോഗ്യരായിട്ടുള്ള സലഫു സ്വാലിഹ്യങ്ങളായിട്ടുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യന്മാർ നമുക്ക് ഓരോ വിഷയത്തിലും മാതൃകയാണ്. സഹാബിമാരിൽ നിന്ന് ഈ മഹത്വങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ആളുകൾ ഉണ്ടായത് അവർ കണ്ടതും പഠിച്ചതുമായ സ്ഥാപനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമായിരുന്നു എന്നതിലാണ്. ഈ സ്വഹാബിമാരാണ് ഇസ്ലാമിന്റെ സംരക്ഷകർ, ലോകത്തിന്റെ വഴികാട്ടികൾ, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ. സ്വഹാബികളുടെ അത്രത്തോളം നമുക്ക് എത്താൻ സാധിക്കില്ലെങ്കിലും നമുക്കും ശ്രമം നടത്തേണ്ടതുണ്ട്. അതിനുള്ള മാർഗമാണ് പ്രവാചകന്റെ ജീവിതം എന്ന് പറയുന്നത്. ഹദീസ് ഗ്രന്ഥങ്ങളിലും ചരിത്ര പുസ്തകങ്ങളിലും നിറഞ്ഞു കിടക്കുകയാണ് പ്രവാചക ജീവിതം. ഏതു കാലത്തും ഏതു ലോകത്തും ഉള്ള ആളുകൾക്ക് മാതൃകയാവാവുന്ന പരിശുദ്ധമായ ജീവിതം. യതീമായി ജനിച്ചവർക്കും യതീമായി വളർന്നവർക്കും പ്രവാചക ജീവിതം ആശ്വാസമാണ്. ആരാരുമില്ലാതെ ഒറ്റപ്പെട്ട് ജീവിക്കുമ്പോൾ പ്രവാചക ചരിത്രം മനസ്സിന്റെ ശക്തിയാണ്. ആദർശം സ്വീകരിച്ചതിന്റെ പേരിൽ പരിഹാസങ്ങളും പീഡനങ്ങളും ഉണ്ടാകുമ്പോൾ പ്രവാചക ചരിത്രം വലിയ പിൻബലമാണ് നമുക്ക് നൽകുക. ആരാധന വിഷയങ്ങളിൽ അലസത വരുമ്പോൾ പ്രവാചകന്റെ രാത്രികളും പകലുകളും നമുക്ക് പ്രചോദനമാണ്. കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ മരിക്കുന്ന സന്ദർഭത്തിൽ 9 ഭാര്യമാരെ വിട്ടേച്ചുപോയ പ്രവാചകന്മാരുടെ കുടുംബജീവിതം അനർവചനീയമായ മാതൃകയാണ്. ദാരിദ്ര്യത്തിന്റെ കൈപ്പുനീർ അനുഭവിക്കുമ്പോൾ ദിവസങ്ങളോളം തീ പുകയാത്ത പ്രവാചക കുടുംബത്തിന്റെ വീട് മനസ്സിന് ശക്തിയാണ്. ഉറ്റവരും ഉടയവരും മരണപ്പെട്ടു പോകുമ്പോൾ മനസ്സിനെ പിടികൂടുന്ന താങ്ങാനാവാത്ത വേദനകൾ പ്രവാചകന്റെ അന്ത്യയാത്ര ഉറ്റവരുടെ വേർപാടിനേക്കാൾ വേദനയായി മാറുമ്പോൾ ചെറിയ ആശ്വാസമൊന്നുമല്ല ലഭിക്കുന്നുള്ളത്. എല്ലാവർക്കും ഒരുപാട് നേടാനും പഠിക്കാനുമുണ്ട് പ്രവാചകന്റെ ജീവിതത്തിലൂടെ. ചെറിയവർക്കും വലിയവർക്കും ഭർത്താക്കന്മാർക്കും അധ്യാപകർക്കും പടനായകന്മാർക്കും എന്നുവേണ്ട ജീവിതത്തിന്റെ ഏത് തുറകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കും പ്രവാചക ജീവിതത്തിൽ വെളിച്ചമുണ്ട്. നമ്മുടെ പ്രിയ പണ്ഡിതൻ ഫളുൽ അക്കുമരി അദ്ദേഹത്തിന്റെ 20 വർഷത്തിൽ പല തവണ ഹജ്ജിനും ഉംറയ്ക്കും മക്കയിലും മദീനയിലും എത്തിച്ചേരുമ്പോഴെല്ലാം അദ്ദേഹത്തിന്റെ മനസ്സിൽ പൊന്തി വന്ന ഒരാശയമായിരുന്നു പ്രവാചക ജീവിതത്തെക്കുറിച്ച് ഒന്ന് ജനങ്ങളിൽ ഉത്ബുദ്ധരാക്കുന്ന രീതിയിലുള്ള ഒരു പുസ്തകം എഴുതുക എന്നുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിച്ചവെച്ച് നടന്ന മക്കയും മദീനയും ത്യാഗങ്ങളും പീഡനങ്ങളും സഹിച്ച മലയിടുക്കുകളും പ്രവാചകന്റെ ആശാകേന്ദ്രവുമായിരുന്ന കഅബാലിയും ചീഞ്ഞളിഞ്ഞ കുടൽമാല കഴുത്തിൽ അണിയിക്കപ്പെട്ട കഅബയുടെ പരിസരവും അദ്ദേഹം കണ്ടപ്പോൾ ലക്ഷത്തോളം സഹാബിമാർക്കുള്ള ഉപദേശം നൽകി, അഥവാ സഫാ മലയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോടൊപ്പം സ്വഹറുകയിലും അള്ളാഹുവിനെ ആരാധിക്കുന്നതിനും വേണ്ടി ഒഴിഞ്ഞുപോയിരുന്ന ഹിറാഗുവയും ഒക്കെ അദ്ദേഹത്തിന് കണ്ടപ്പോൾ പ്രവാചകൻ മരണപ്പെട്ട് കിടക്കുന്ന ഹുജറത്തുൽ ഹൈഷയും റൂമിന്റെ മിമ്പറിന്റെ ഇടയിലുള്ള റൗളയും പ്രവാചകൻ കയറി നിന്നപ്പോൾ കുലുങ്ങിയ ഹൂദും വയറ്റത്ത് കല്ലുവെച്ച് കെട്ടി കുഴിച്ചുണ്ടാക്കിയ ഖന്തക്കും പരിസരവും ഖുബാ പള്ളിയും എല്ലാം കാണുമ്പോൾ മനസ്സിലുണ്ടായ ഒരു ആഗ്രഹമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് എഴുതുക എന്നുള്ളതെന്ന് അദ്ദേഹം ഇതിൽ എഴുതി ചേർത്തിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ ഈ ചരിത്രം അദ്ദേഹം എഴുതാൻ വേണ്ടി അവലംബിച്ചത് അഷേഖ് മുഹമ്മദ് ബിൻ ഇബ്രാഹിം ബിൻ അബ്ദുല്ല അത്തുവൈജിരി റഹിമഹുള്ളയുടെ അസ്സീറത്തുൻ നബവിയ്യ ബൈനൽ മഹരിഫത്തി വൽ വാജിബി ഫി ലൗഹിൽ ഖുർആനി വസുന്നത്തി എന്ന ഗ്രന്ഥത്തിനെ അവലംബിച്ചുകൊണ്ടാണ്. മറ്റു ഗ്രന്ഥങ്ങളിൽ നിന്നും വ്യത്യസ്തമായി സന്ദർഭങ്ങൾക്കനുസരിച്ചു കൊണ്ടുള്ള പരിശുദ്ധ ഖുർആന്റെ വചനങ്ങളും സഹിയ ഹദീസുകളും അടിസ്ഥാനമാക്കിയുള്ള വിശദീകരണം ഇതിൽ നമുക്ക് വായനക്കാർക്ക് തന്നെ അടക്കാനാവാത്ത സന്തോഷം ലഭിക്കുന്ന ഒരു കാര്യമാണ്.
ഇതിൽ അദ്ദേഹം ആ രൂപത്തിലാണ് ഇതിനെ വിശദീകരിച്ചിട്ടുള്ളത്. ഷെയ്ഖ് തുവൈജരിയുടെ ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഈ പുസ്തകം രചിക്കുമ്പോൾ തന്നെ വസ്തുതകളും വിശദവിവരങ്ങളും ജനങ്ങൾ അറിയണം എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് പല സ്ഥലങ്ങളും സംഭവങ്ങളും മറ്റും ചുരുക്കാതെ തന്നെ വിശദമായി അദ്ദേഹം ഇതിൽ എഴുതി ചേർത്തിട്ടുണ്ട്. വലിയൊരു 800+ പേജുള്ള ഒരു പുസ്തകമാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് വായനയ്ക്ക് ഉദ്ദേശിക്കുന്നുള്ളത്. ഇതിന്റെ വായനയിലൂടെ നമുക്ക് അങ്ങ് ഇറങ്ങിച്ചെല്ലുമ്പോൾ പ്രവാചകന്റെ ജീവിതം അടുത്തറിയാനും അത് നമ്മൾ മാതൃകയാക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകട്ടെ. ചുരുക്കം ദിവസവും ഇത് ചെറിയൊരു 5-10 മിനിറ്റിന്റെ ഉള്ളിൽ വരുന്ന വോയിസ് അല്ലാതെ മറ്റു മെസ്സേജുകളൊന്നും ഈ ഗ്രൂപ്പിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് എല്ലാവരും ഈ വോയിസുകൾ കൃത്യമായി കേൾക്കാൻ ശ്രമിക്കുക. ഇനി എന്തെങ്കിലും സംശയം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്നെ പേഴ്സണൽ മെസ്സേജിൽ അറിയിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മ ഓരോരുത്തരെയും സന്മാർഗത്തിലാക്കട്ടെ. നാളെ പാരത്രിക രോഗത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ പൊതിഞ്ഞുള്ള ആ സ്വർഗത്തിലേക്കുള്ള വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.